വളരെയേറെ വിശേഷപ്പെട്ടതും വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. മിറക്കിൾ ട്രീ എന്നറിയപ്പെടുന്ന മുരിങ്ങയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ മുരിങ്ങയില കൊണ്ടാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത്രയും ഗുണങ്ങളുള്ള മുരിങ്ങയില കൊണ്ട് നമുക്ക് ഇന്നൊരു സൂപ്പ് തയ്യാറാക്കാം. സൂപ്പ് തയ്യാറാക്കാനായി ഒരു പാത്രം നല്ലപോലെ ചൂടായതിന് ശേഷം 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്ത് ഇനി ഇതിലേക്ക് 5-6 വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും, 5-6 ചെറിയുള്ളി ചെറുതായി കട്ട് ചെയ്തതും, ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് ഈ ഉള്ളിയുടെ പച്ചമണലൊന്ന് മാറുന്നവരെ ഇളക്കി കൊടുക്കണം. ഉള്ളിയുടെ കളറൊന്നും മാറണ്ട. കളറ് മാറാതെ പച്ചമണലും മാറി നല്ലൊരു സ്മെല്ല് വരും. ആ സമയത്ത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് കുരുമുളക് പൊടിയും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു പിടി മുരിങ്ങയില അതിൻ്റെ തണ്ടെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. തണ്ടെല്ലാം കളയണം. ഒരു ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തത്, തൊലിയെല്ലാം കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 ബീൻസ് ചെറുതായി കട്ട് ചെയ്തതും, ഒരു ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തതും, ക്യാപ്സിക്കം കുറച്ച് ഓറഞ്ച് കളർ വന്ന ക്യാപ്സിക്കാണ്, പഴുക്കാൻ പോകുന്ന ക്യാപ്സിക്കാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുത്ത് അധികം സമയം ഇളക്കണ്ട. ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിൻ്റെ കളറ് മാറിപ്പോവും. കുറേ സമയം ഇളക്കിക്കൊണ്ടിരുന്നാൽ ഇതിൻ്റെ കളറെല്ലാം മാറും. ഇനി ഇതിലേക്ക് കഴുകി വെച്ച മുരിങ്ങയില ചേർത്ത് കൊടുത്ത് മുരിങ്ങയില ചേർത്ത് ഒന്നും കൂടെ ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം. മുരിങ്ങയിലയും ചേർത്ത് ഒന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതിലിനി ചേർക്കുന്നത് കോൺഫ്ലവർ അല്ല. കോൺഫ്ലവറിന് പകരം ഹെൽത്തി ആയിട്ടുള്ള പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മണിച്ചോളപ്പൊടി അല്ലെങ്കിൽ റാഗിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള പൊടി ഏതാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. മണിച്ചോളം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മില്ലറ്റാണ്. അതിൻ്റെ വീഡിയോ മണിച്ചോളം കൊണ്ടുള്ള കുറേ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങളതൊന്ന് കണ്ടു നോക്കണേ. അതിൻ്റെ ഗുണങ്ങളും ഒക്കെ അതിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ധാരാളം ഔഷധം ഉള്ള ഒരു പൊടിയാണിത്. ഈ പൊടിയിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലപോലെ കട്ടയില്ലാതെ ഇളക്കി കൊടുക്കണം. ഇനി ഈ മുരിങ്ങയിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളച്ച് വരണം. തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് കലക്കി വെച്ച പൊടി ഒന്നും കൂടെ കലക്കിയെടുക്കണം. ഇത് കലക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ കട്ടിയായിട്ടുണ്ടാവും. അതുകൊണ്ട് ഒന്നും കൂടെ ഇളക്കി കൊടുത്തിട്ട് തിളക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിലേക്ക് ഇനി ഒരു കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയും ചേർത്ത് ഈ കലക്കി വെച്ച മിക്സ് ഇതിലേക്ക് ഇളക്കി ഒഴിച്ചു കൊടുത്ത് ഇനി ഇതൊന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളച്ച് വന്നാൽ മതി. നല്ലപോലെ ഒന്ന് തിളക്കുമ്പോഴേക്ക് തന്നെ ഇത് വെന്ത് വരും. ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. ബ്രേക്ക്ഫാസ്റ്റ് ആയോ ഡിന്നറായോ നമുക്ക് ഇടനേരങ്ങളിൽ വിശക്കുമ്പോഴോ ഇത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും. നല്ല ഹെൽത്തിയാണ്. മുരിങ്ങയിലയുടെ ഗുണങ്ങളും മണിച്ചോളത്തിൻ്റെ ഗുണങ്ങളൊന്നും പറയാണ്ട് തന്നെ എല്ലാവർക്കും അറിയായിരിക്കും. നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ് രണ്ടും. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. കുരുമുളക് പൊടിയും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ മുരിങ്ങയില മണിച്ചോളം സൂപ്പ് റെഡി. നല്ല ടേസ്റ്റാണ്. ഇത് കാണുന്നത് പോലെ മാത്രമല്ല, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. രണ്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനം. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ.
മുരിങ്ങയില കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ലപോലെ ഇഷ്ടപ്പെടുകയും ചെയ്യും. നല്ല ഹെൽത്തിയുമായി. നല്ലൊരു വീഡിയോയുമായി നാളെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.